നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC നോട്ടിഫിക്കേഷൻ ഗസ്റ്റഡ് ഡേറ്റായി പബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 30/4/2025. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്ന നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 13/2025. വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 37,400 രൂപ മുതൽ 79,000 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസെപ്റ്റഡ് വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 മുതൽ 44 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതായത് 2/1/1981 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് വരുന്ന കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ SSLCയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ പാസ്സായിരിക്കേണ്ടതാണ്. അത് നിർബന്ധമായും എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷനിൽ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ആദ്യമായി കൊടുത്തിരിക്കുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. അതും വെൽഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോപ്രിയേറ്റ് ട്രേഡിൽ നിങ്ങൾ NTC ITIയിൽ നിങ്ങൾ വെൽഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോപ്രിയേറ്റ് ട്രേഡ് പാസ്സായിരിക്കേണ്ടതാണ്. അതോടൊപ്പം ആ ട്രേഡ് പാസ്സായതിന് ശേഷം നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ്, ആ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് ITIയിൽ വെൽഡർ ട്രേഡുമായി ബന്ധപ്പെട്ട് പാസ്സായി അതിനുശേഷം 3 വർഷത്തെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന രണ്ടാമത്തെ ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ഓപ്ഷൻ ഇല്ലാത്ത പക്ഷം അടുത്ത രണ്ടാമത് ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾക്ക് വെൽഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോപ്രിയേറ്റ് ട്രേഡുമായി നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് പാസ്സായിരിക്കേണ്ടതാണ്. അത് പാസ്സായതിന് ശേഷം നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ആ ട്രേഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അതും ഇല്ലാത്ത പക്ഷം, ഈ പറയുന്ന ഓപ്ഷനും ഇല്ലാത്ത പക്ഷം മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വെൽഡറുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് പാസ്സായിരിക്കേണ്ടതാണ്. അതായത് ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എൻജിനീയറിംഗ്, വെൽഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്ലോമ നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ്. അതും ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക്കിലോ അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ക്വാളിഫിക്കേഷനോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ 3 ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്.
ഈ തസ്തികയ്ക്ക് ഓൾറെഡി ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനായി പ്രീവിയസ് ഇയറിൽ സെലക്ട് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻസാണ് ഇനി പറയാൻ പോകുന്നത്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതിൽ ആദ്യമായി വരുന്നത് ബി.ടെക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, രണ്ടാമതായി വരുന്നത് ബി.ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മൂന്നാമതായി വരുന്നത് ബി.ടെക് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, നാലാമതായി വരുന്നത് ബി.ടെക് മെക്കാനിക്കൽ സ്ട്രീമിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, അഞ്ചാമതായി വരുന്നത് ബി.ഇ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ആറാമതായി വരുന്നത് എം.ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഏഴാമതായി വരുന്നത് എം.ഇ മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്. ഈ പറയുന്ന 7 ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/6/2025. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കിഡീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. ഇതുവരെയും കേരള കിഡീസ് എന്ന ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.